സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ച മരണം അത് സത്യവിശ്വാസിക്കും അതുപോലെ തന്നെ അവിശ്വാസിയായ മനുഷ്യനും എങ്ങനെയാണ് സംഭവിക്കുക എന്നതാണ് നമ്മൾ വിശദീകരിച്ചത്. അതിനിടയിൽ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ട ഒരു വിഷയം വന്നതുകൊണ്ട് ഹുബ്ബുൻ നബിയുമായി ബന്ധപ്പെട്ട പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ജുമുഅയിലെ 8-ാമത്തെ വചനമാണ് ഞാനിവിടെ ഓതി കേൾപ്പിച്ച ആയത്ത്. സൂറത്തുൽ ജുമുഅ 8-ാമത്തെ വചനം നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അധ്യായമാണ്, ആയത്തുമാണ്. മരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുഹമ്മദ് നബിയോട് പറയാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. മുഹമ്മദ് നബിയെ താങ്കൾ പഠിപ്പിച്ചു കൊടുക്കണം സമൂഹത്തോട്. എന്താ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? ഇന്നൽ മൗതൽ ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ പേടിച്ചോടുന്നത് ആ മരണം തീർച്ചയായും നിങ്ങളെ പിടികൂടും. എന്ന് പറഞ്ഞാൽ മരണം പിടികൂടാത്ത ഒരു മനുഷ്യനും ലോകത്തുണ്ടാകും. മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ثم تردون إلى عالم الغيب والشهادة. ആ മരണത്തിന് ശേഷം എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ദൃശ്യവും അദൃശ്യവും അറിയുന്ന ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ അടുത്തേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. എന്തിനാണ്? അത് പറയണം, നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്, അമലുകൾ. ആ ഓരോ അമലുകളും അവിടെ നിങ്ങൾക്ക് അറിയിച്ചു തരും. അത് സൽക്കർമ്മങ്ങളാവട്ടെ തിന്മകളാവട്ടെ, ആ അമലുകളൊക്കെ അവിടെ കാണിക്കപ്പെടും, നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന്റെ ശിക്ഷകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. സൽക്കർമ്മമാണെങ്കിൽ അതിന്റെ നന്മ നമ്മൾ ആസ്വദിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മരിക്കാതെ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മരണം നിർബന്ധം. മരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാം ഒരു കാലത്ത് ഒരാൾക്ക് കഴിയില്ല. ലോകത്തിൽ ശാസ്ത്രം എത്ര പുരോഗമിച്ചിട്ടും എത്ര ഉയരങ്ങളിലേക്ക് എത്തിയിട്ടും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നും ലോകത്ത് ഒരാളും കണ്ടുപിടിച്ചിട്ടില്ല, അത് കണ്ടുപിടിക്കൂല. സത്യം. ബാക്കി ഏതൊക്കെ ടെക്നോളജി വളർന്നാലും ശരി, ഒരാളെ അവന്റെ അവധിയെത്തിയാൽ അവൻ മരിക്കാതെ കുറച്ച് സമയം കൂടെ ജീവിക്കാനുള്ള ഒരു ടെക്നോളജിയും ഒന്നും ലോകത്തുണ്ടായിട്ടില്ല. അതുണ്ടാവും. അത് അള്ളാഹുവാണ്, അത് സംഭവിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, മരണത്തിന്റെ സമയമായോ അത് നിങ്ങളെ പിടികൂടും. നിങ്ങൾ എത്ര പേടിച്ചോടിയാണ് മരിക്കാതിരിക്കാൻ വേണ്ടി, മലക്കുലോക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരാൾ കടലിൽ പോയി താമസിക്കാം. സമുദ്രത്തിന്റെ നടുവിൽ ഒരു വലിയ ഗോപുരമുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ താമസിക്കാം. അങ്ങോട്ടും വരും മലക്കുൽ മൗത്ത്. എവിടെ താമസിച്ചാലും മലക്കുൽ മൗത്ത് നമ്മുടെ അവധിയെത്തിയാൽ അവിടെ വന്ന് നമ്മളെ പിടികൂടും. അത് തീർച്ചയാണ്. ആ മരണത്തെക്കുറിച്ച് സദാസമയം നമ്മൾ ബോധവാന്മാരായിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ, സമൂഹത്തിൽ വളർന്നു വരുന്ന നമ്മുടെ തലമുറക്ക് മരണത്തെക്കുറിച്ചുള്ള ബോധം തീരെയില്ല. മരണം എന്ന് പറയുന്നത് പോലും തമാശയായി കാണുന്ന ആളുകളുണ്ട്. ഒരാൾ മരണവേദന അനുഭവിക്കുമ്പോൾ അവിടെ പോയിട്ട് സെൽഫി എടുക്കുന്ന ആളുകളുണ്ട്. മരിക്കാൻ വേണ്ടി വസ്ത്രാടം കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ വിളയുമ്പോൾ ആ മരിക്കുന്ന വ്യക്തിയുടെ കൂടെ നിന്ന് സെൽഫിക്ക് വേണ്ടി മത്സരിക്കുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് അതിന്റെ ഗൗരവമായില്ല. മരണവും മരണവേദനയും അതൊക്കെ തമാശയായി കാണുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഗൗരവമുള്ള വിഷയമാണ്. വളരെ വേദനയില്ല. മനുഷ്യർ പേടിപ്പെടുന്ന രംഗമാണ് മരണം എന്ന് പറയുന്നത്. അവിടെയും തമാശയായിട്ട് അതൊക്കെ നിസ്സാരവൽക്കരിക്കണമെങ്കിൽ അവന് ദീനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നതിന്റെ അർത്ഥം. ഒന്നും പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അവന്റെ ചിന്തയുടെ ആരോഗ്യത്തിലേക്ക് മാറിപ്പോയിരുന്നു. നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. അല്ലാഹു അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമൂഹത്തെയും കാത്തിരക്ഷിക്കുമാറാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ട അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു.
ഒരു സത്യവിശ്വാസിയുടെ മരണം നമ്മൾ വിശദീകരിച്ചു, അവിശ്വാസിയുടെ മരണം നമ്മൾ വിശദീകരിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരണപ്പെട്ടാൽ അതാരായിരിക്കട്ടെ അടിയന്തരമായിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ മരണപ്പെട്ട വ്യക്തികളുടെ ചുറ്റുപാടും നിൽക്കുന്ന വേണ്ടപ്പെട്ട ആളുകൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, മരണപ്പെട്ടു എന്ന് കേട്ടാൽ ആർക്ക് അട്ടാസിച്ച് കരയാനല്ല, വാങ്ങിട്ട് കരയാനല്ല, അവിടെ ശബ്ദകോലാഹലങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കിയല്ല, മരിക്കുന്നത് ഉറപ്പാണ്. അത് മനസ്സിൽ നമ്മൾ അതിന് പാകപ്പെടുത്താം, എപ്പോഴും മനസ്സ് പാകപ്പെടുത്താം. മരിക്കും എന്നത് ശാശ്വതമായി ജീവിക്കുമല്ലോ, മരിക്കും, എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, രോഗിയായിക്കൊണ്ട് കിടക്കുന്ന എന്റെ വേണ്ടപ്പെട്ടവരാണ് അവരും മരിക്കും, എപ്പോഴും മരിക്കും എന്നുള്ള ചിന്ത മനസ്സിൽ പാകപ്പെടുത്താം. ആ ചിന്ത മനസ്സിൽ പാകപ്പെട്ടു കഴിഞ്ഞാൽ, മരണം ഉറപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ കോലാഹലങ്ങൾ ഉണ്ടാവില്ല, ബഹളങ്ങൾ ഉണ്ടാവില്ല, ഒച്ചപ്പാടുകൾ ഉണ്ടാവില്ല, അട്ടഹാസങ്ങൾ ഉണ്ടാവില്ല. എന്താ ഈ പെട്ടെന്ന് ഈ അട്ടഹാസങ്ങൾ വരാൻ കാരണം? മരിക്കുമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. സങ്കടങ്ങളും ദുഃഖങ്ങളുണ്ടാവും. ഉപ്പ മരിക്കുമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ല, ഉമ്മ മരിക്കുമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ മരിക്കുമെന്ന് ഇതുവരെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ചിന്ത വന്നിട്ടേ ഇല്ല. നമ്മൾ മരണപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു ചിന്ത, നമ്മൾ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ചിന്ത, നമുക്ക് മലപ്പിൽ നോക്കി വന്നുകൊണ്ട് നമ്മുടെ സകലാത്തിന്റെ വഴിവെക്കുന്ന ഒരു ചിന്ത, ഒരു ആലോചന നമുക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെ മരണങ്ങൾ ഉൾക്കൊള്ളാൻ ചെയ്യുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാളെ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ, മരണം ഉറപ്പായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട സംഗതി അയാളുടെ കണ്ണുകൾ അടക്കണം. വാർത്ത കരയലോ അടിക്കലോ അട്ടഹാസങ്ങൾ ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഇന്ന ആളെ വിളിച്ച് അടിക്കലോ, അതൊക്കെ പിന്നീട് രണ്ടാമത്തെ സംഗതിയാണ്. മരണപ്പെട്ടാൽ ഏറ്റവും അടുത്തുള്ള ആളുകൾ ആദ്യം ചെയ്യുന്ന സംഗതി അല്ലാഹുവിന്റെ പ്രവാചകൻ ഹദീസിൽ പഠിപ്പിച്ചത് കണ്ണുകൾ അടക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയുന്നത് പ്രകാരമാണ്, ഇന്ന റൂഹ ഇദാ ഖുബില സബിഅത്തുൽ ബസർ. ഒരാളുടെ റൂഹിനെ അല്ലാഹു വിളിച്ചാൽ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ റൂഹിന്റെ കൂടെ അയാൾ കാഴ്ച പോകും. പിന്നീട് കാണുന്ന കാഴ്ച ഈ ലോകത്തെ കാഴ്ചകളല്ല. ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട എല്ലാ കാഴ്ചകളും റോഡ് മുതലുള്ള അസ്തമിച്ചു പോയി. പിന്നെ അടുത്ത് നിൽക്കുന്ന ആളുകളെ കാണുക, അടുത്ത് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കമില്ല. പിന്നീടുള്ള കാഴ്ചകൾ അവന്റെ ലോകത്തിനപ്പുറത്തുള്ള കാഴ്ചകളാണ്. കാഴ്ച ആദ്യം പോകുന്നത് റോഡ് പോകുമ്പോൾ അതിന്റെ കൂടെ കാഴ്ച പോകും. അതുകൊണ്ടാണ് ഈ കണ്ണുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണുകളെ കുറിച്ച് നിൽക്കും. കണ്ണുകൾ അടക്കണം. അതെന്താ? ആ റോഡിന്റെ കൂടെ പോയി കാഴ്ച. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയാ പഠിക്കുന്നത്. റോഡ് പോകുമ്പോ അതിനെ തുടർന്ന് അതിന്റെ പിന്നാലെ പോകുന്ന കാഴ്ച, ഇങ്ങനെ കാഴ്ച ഉണ്ടാവില്ല. അപ്പൊ ചില മരണപ്പെട്ട് കിടക്കുമ്പോ കണ്ണുകൾ തുറന്നു കിടക്കും. ചിലപ്പോൾ ഹദീസിൽ പറഞ്ഞ കണ്ണുകൾ തുറിച്ചു കിടക്കും. അതെന്താണ്? അതിന്റെ കാഴ്ച അതിന്റെ കൂടെ പോയതാണ്. ആ കണ്ണുകൾ അടക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ട പണി. കണ്ണുകൾ അടച്ചു വെക്കണം. ഒരാൾ മരണപ്പെട്ട ആദ്യം കണ്ണുകൾ അടക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം നമ്മുടെ ഹദീസിൽ പ്രത്യേകം വന്നൊരു സംഗതിയാണ് ഒരാൾ മരണപ്പെട്ട കണ്ണുകൾ അടക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സന്ദർഭം, പിന്നീട് പ്രവാചകന്റെ ഭാര്യയായ ഉമ്മു സലമ ബീവി അബൂ സലമ മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമയെ കല്യാണം കഴിച്ചു. പ്രായമുള്ള സ്ത്രീയായിരുന്നു. ഉമ്മു സലമയെ അല്ലാഹുവിന്റെ പ്രവാചകൻ കല്യാണം കഴിച്ചു. അബൂ സലമ മരണപ്പെടുന്ന രംഗം ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ വെച്ച് യുദ്ധത്തിന് പുറപ്പെട്ട സന്ദർഭത്തിൽ ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ട് ആ മുറിവ് കൂടിയിട്ട് അങ്ങനെ അവസാനം ആ മുറിവിന് ശേഷം വളരെ കുറച്ചു കാലം മാത്രമാണ് അബൂ സലമ അവിടെ ജീവിച്ചിരുന്നത്. അങ്ങനെ അബൂ സലമ മരിക്കുകയാണ്. അബൂ സലമ മരണപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ പറയാം, ഇമാം മുസ്ലിമിന്റെ ഹദീസാണ്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അബീ സലമ. അല്ലാഹുവിന്റെ പ്രവാചകൻ അബൂ സലമ മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഇടയിലേക്ക് പ്രവേശിച്ചു. വഖദ് ശഖ്ഖ ബസറുഹു. അബൂ സലമ റളിയല്ലാഹു അൻഹു കണ്ണുകൾ തുറന്നു കിടക്കുകയാണ്. മരണപ്പെട്ട സമയമാണ്. റസൂലുള്ളാഹിയോട് വിവരം പറഞ്ഞപ്പോൾ റസൂൽ അങ്ങോട്ട് കയറി വന്നു. സ്വഹാബികൾക്ക് മനസ്സിലായിരുന്നില്ല.
അവിടെ കൂടിയ ഉമ്മു സലമ ബീവിക്കും ആളുകളും ചെയ്യാത്തൊരു സംഗതി അബൂ സലമയുടെ കണ്ണിൽ നിന്ന് തുറന്നു കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങോട്ട് വന്നിട്ട് കണ്ണുകൾ അടച്ചു. ആദ്യം ചെയ്ത പണി അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടച്ചു വെച്ചു. അത് ചെയ്യണം. നമ്മൾ മരണപ്പെട്ട് ഉറപ്പായാൽ ആദ്യം കണ്ണുകൾ അടച്ചു വെക്കണം, അത് കൂട്ടി വെക്കണം. എന്നതിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മനുഷ്യന്റെ ആത്മാവ് പിടിക്കപ്പെട്ടാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവന്റെ റൂഹിന്റെ കൂടെ അവന്റെ കാഴ്ചയും പോകും. ഭാഗ്യം ചെയ്യുന്ന പണിയാണ് ഈ കണ്ണുകൾ അടയ്ക്കുക എന്നത്. അത് റസൂലിന്റെ ഹദീസിൽ വന്നതാണ്. അതേപോലെ തന്നെ ചില ആളുകളുടെ ആയ തുറന്നിട്ടുണ്ടാവും. ചുണ്ടുകൾ അടക്കണം, ചുണ്ടുകൾ അടച്ചു വെക്കണം. അത് റസൂലുള്ളാഹിന്റെ ഹദീസിൽ വന്നതൊന്നുമല്ല, ഫുഖഹാക്കൾ വിശദീകരിച്ചതാണ്. ആവശ്യമാണ്. ചിലപ്പോൾ ചില ആളുകളുടെ വായ തുറന്നു വെക്കും, തുറന്നിട്ടുണ്ടാവും. ആ വായ നമ്മൾ അടച്ചു വെക്കണം. അടച്ചാൽ ചിലപ്പോൾ കൂടൂല. അപ്പൊ എന്ത് വേണം? അപ്പൊ വായ താടിയും തലയും കൂടെ കൂട്ടിക്കെട്ടണം. ആ കെട്ടയുടെ രൂപമൊക്കെ നമുക്കറിയാം. ഒരുപാട് കണ്ടാളുകൾ ചെയ്ത ആളുകളാണ് നമ്മൾ. അത് ഹദീസിൽ പ്രത്യേകം വന്നതൊന്നുമല്ല, പക്ഷേ അത് ആവശ്യമാണ്. മയ്യത്തിനൊരു വീര്യരൂപമില്ലാതിരിക്കാൻ, മയ്യത്തിന് മുഖം കാണാൻ ഒരു മോശത്തരം വരാതിരിക്കാൻ, വായ തുറന്നു വെക്കാതിരിക്കാൻ ആ വായ അടച്ചു വെക്കണം. അടയുന്നില്ലെങ്കിൽ ആ താടികളും തലയും കൂടെ കൂട്ടിക്കെട്ടണം. അപ്പൊ അത് അടഞ്ഞിരിക്കും. അതേപോലെ കാലുകൾ കൂട്ടിക്കെട്ടുക, അതൊക്കെ ആവശ്യമായ കാര്യങ്ങളാണ്. റസൂൽ ഹദീസുകൾ ചെയ്യുന്നതാണല്ലോ. അതൊക്കെ മനുഷ്യന് ഒരു മയ്യത്തിലുള്ള ഹുർമത്താണ്. ചില കാലുകൾ ഇങ്ങനെ വെള്ളം കിടക്കും, അത് രണ്ടും ആ തലവരെ കൂട്ടി വെച്ചാൽ അതിങ്ങനെ അടുത്തു നിൽക്കും. അതൊക്കെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. റസൂലുള്ളാഹിയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. റസൂൽ പഠിപ്പിച്ച വായനയാണ് കണ്ണ് അടച്ചിട്ടാണ്. അതേപോലെ തന്നെ കയ്യും താഴെയൊക്കെ ഒന്ന് മരണപ്പെട്ട ഉടനെ കയ്യും താഴെയൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ഒഴിഞ്ഞ് നേരെയാക്കി എടുത്ത് വെക്കണം. അതിനാണ് കുളിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ വെറുതെ കാണിക്കാൻ. സന്ധികളൊക്കെ ശരിയായിരിക്കാൻ വേണ്ടി കാലുകൾ പൊക്കി റെഡിയാക്കണം, കൈകൾ പൊക്കി റെഡിയാക്കണം. ചിലപ്പോ മരണത്തിന്റെ വേദന അസത്യമാണ്, മരണത്തിന്റെ വേദന ശക്തമാണ്. ആ സമയത്ത് മലവും മൂത്രവും പോയിട്ടുണ്ടാകും. അപ്പൊ അതൊന്ന് ഒരു ബക്കറ്റ് വെള്ളം കൂടി കഴുകി വൃത്തിയാക്കി ആ സമയത്ത് ചെയ്യാം. അതൊക്കെ മയ്യത്തിന്റെ വേണ്ടപ്പെട്ട ആളുകളുണ്ടാവും. അവർ ചെയ്യപ്പെട്ടവരാണ്. ബാബുട്ടി കരയല്ല, അത്യാവശ്യക്കരല്ല, ആളുകൾ വരാൻ വേണ്ടി കാത്തിരിക്കാറില്ല. പള്ളിയിൽ ആളുകൾ വരട്ടെ അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ വരട്ടെ എന്ന് പറയല്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാ. വാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്, വേണ്ടപ്പെട്ടവർ ചെയ്യേണ്ട. ഇത് ചെയ്യാൻ കഴിയുന്നത് എന്തിനാ നമ്മൾ മക്കളായത്, ഇന്ന് നമ്മൾ മുസ്ലിങ്ങളായത്, ഇന്നാണ് മുസ്ലിങ്ങളായത്. നമ്മളതൊക്കെ ചെയ്യേണ്ടത്. ആരെയും കാത്തിരിക്കലില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയാക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. അങ്ങനെ കാലുകൾ ശരിയാക്കുക, സന്ധികൾ ശരിയാക്കുക, കണ്ണുകൾ അടക്കുക, അത് സുന്നത്താണ്. ആ കാര്യങ്ങൾ ശരിക്കും നമ്മൾ ശരിപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയാണ്, അബൂ സലമ തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂൽ പ്രവേശിച്ചപ്പോൾ കണ്ണുകൾ റസൂൽ അടച്ചു വെച്ചു. ആ സമയത്ത് ആ വീട്ടിൽ നിന്ന് കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾ ഇങ്ങനെ ഒച്ച വെക്കുന്നുണ്ട്. അവർ കരഞ്ഞു, ശബ്ദത്തിൽ കരഞ്ഞു. മരണപ്പെട്ടതാണ്. ശങ്കരം കൊണ്ട് ശബ്ദത്തിൽ അവർ ഒച്ച വെച്ച് കരഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അപ്പോൾ പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ലാതെ പ്രാർത്ഥിക്കരുത്, നല്ലതല്ലാതെ പറയരുത്. മയ്യത്തിന്റെ അടുക്കൽ വെച്ച് ഉച്ചത്തിൽ കരയിലും മറ്റർപ്പിക്കലും നല്ലതല്ല. അത് റസൂൽ നിയോഗിച്ച റസൂൽ പറയാമെന്ന് നല്ലതല്ല, പറയാൻ പാടില്ല. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. അവിടെ മലക്കുകളുണ്ട്, അവിടെ മലക്കുകളുണ്ട്. മരണപ്പെട്ട മയ്യത്തിന്റെ അടുക്കൽ മലക്കുകളുണ്ട്. മലക്കുകൾ വന്ന സമയമാണത്, റോഹിനെ കുറിച്ച സമയമാണത്. അവിടെ മരിക്കുന്ന മയ്യത്തുമായിട്ട് സംസാരിക്കുന്ന സമയമാണത്. അവർ സംസാരിക്കുന്നുണ്ട്, സലാം പറയുന്നുണ്ട്. ആരോട് സലാം പറയുന്നു? മരിക്കുന്ന വ്യക്തിയോട് സലാം പറയുന്നു. നല്ല മുമ്പിനാണെങ്കിൽ അവർ സലാം നടക്കും. നമുക്ക് അറിയില്ല. ചിലപ്പോൾ ആംഗ്യം കാട്ടും, കണ്ണുകൾ കൊണ്ട് അവർ ആംഗ്യം കാണിക്കും, കൈകൾ കൊണ്ട് ആംഗ്യം കാണിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ചിലപ്പോൾ ചിരിക്കും. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് അവരുമായിട്ട് ബന്ധപ്പെട്ട ലോകമാണ്. അതൊക്കെ ഉണ്ടാകും മരണവേദനയിൽ. മലക്കുകൾ വരുമ്പോൾ അവർ മലക്കുകളെ കാണും, മലക്കുകൾ അதையும் കാണും. പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. അവരുമായിട്ട് സംസാരിക്കും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയാം, നല്ലതല്ലാതെ നിങ്ങളൊന്നും പറയാൻ പാടില്ല. കാരണം മലക്കുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ആമീൻ പറയും. അവിടെ വെച്ചിട്ട് പിന്നീട് മോശമായ കാര്യങ്ങൾ, ഈ മരണപ്പെട്ട വ്യക്തി തന്നെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തവരാണെങ്കിലും ശരി, അവിടെ വെച്ചിട്ട് അദ്ദേഹത്തെ ചീത്ത പറയാനോ
മോശപ്പെട്ട കാര്യം പറയാനോ പാടില്ല, പറയരുത്. മരിക്കുക, ആരാവട്ടെ, ഏത് മയ്യത്താവട്ടെ, മരിക്കുക, നമ്മൾ നല്ലത് പറഞ്ഞാൽ മതി. അവിടെ വെച്ചിട്ട് അവരുടെ കൊള്ളകൾ പറയണം, അവരുടെ മോശപ്പെട്ടവர்கள் പറയണം. അത് പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മയ്യത്തിന്റെ അടുക്കൽ ഹാജരാകുമ്പോൾ അവിടെ പറയുന്ന സംഗതിയാണ് നല്ല കാര്യങ്ങൾ അതിനൊന്നും പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന റസൂൽ പറയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, റസൂൽ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനയാണിത്. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇങ്ങനെ ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴാണ് ഒരാൾ മരണപ്പെട്ടാൽ കണ്ണുകൾ അടച്ച് ആ മയ്യത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ഈ കാര്യങ്ങൾ ചെയ്യലോ, ആ കണ്ണുകൾ അടയ്ക്കുന്ന അപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കണ്ണുകളൊക്കെ അടച്ചിട്ട് അവിടെ സൈനികരായ ആളുകൾ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയും പഠിച്ചു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അബൂസലമാണല്ല, ആരാണോ മരിച്ചു കിടക്കുന്നവരുടെ പേരിൽ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ മുഹമ്മദ്, ഏത് ആ മരിച്ച വ്യക്തിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥന അബൂസലമക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണം. സൽക്കർമ്മകാരികളായ സന്മാർഗം ലഭിച്ച നല്ലവരുടെ കൂട്ടത്തിൽ അവരുടെ പദം ഉയർത്തണം. പറ്റേ നല്ല പിൻഗാമികൾ മരണപ്പെട്ടു. ഇദ്ദേഹത്തിന് നല്ല പിൻഗാമികൾ ഞങ്ങൾക്ക് നൽകണേ എന്നുള്ള പ്രാർത്ഥന. അടുത്തത് ഞങ്ങൾക്കും അദ്ദേഹം കൊടുക്കുന്ന ഈ ഒരു പ്രാർത്ഥന. ഇതൊക്കെയാണ് മരണപ്പെട്ട ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഒക്കെ നിങ്ങൾ സാധാരണ ഇന്നാലില്ലാതില്ലാതെ കാര്യങ്ങളൊന്നും മരണവാസത്തൊക്കെ ഇത് ആ സമയത്ത് സന്ദർശിക്കുമ്പോൾ ആ സമയത്ത് അവിടെ വെച്ച് ചെയ്യേണ്ടത് തുറയാണ്. മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ ആ കണ്ണുകൾ അടക്കുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി അല്ലാഹുമ്മ വഖുൽ എന്ന് പറഞ്ഞിട്ട് ഈ പേര് പറഞ്ഞപ്പോഴാണ് ആ പ്രാർത്ഥന നമ്മൾ പ്രശ്നം. അതൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു ഉപകാരം, ഏറ്റവും വലിയ സൽക്രമം അതൊക്കെയാണ്. മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള റസൂൽ കൽപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ സംഗതി, മരണപ്പെട്ട മയ്യത്തിനെ നിലത്ത് കിടത്തരുത്. വിരോധമായിട്ടല്ല, അതിന് ഹറാമോ തെറ്റല്ല, അത് സ്വഭാവം വിശദീകരിച്ചത് ഒരു കത്തിലോ ഉയർന്ന സ്ഥലത്തോടെ കിടത്തുക. എന്തിനാണത്? ആ മയ്യത്തിന് വേറെ വല്ല പ്രോബ്ലം ഏൽക്കാതിരിക്കാനും അല്ലെങ്കിൽ നിലത്ത് കിടത്തിയിട്ട് വേറെ വല്ല മാറ്റങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉയർന്ന സ്ഥലത്ത് മയ്യത്തിനെ കിടത്തുകയാണ്. അയാൾ കട്ടിലോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തൊക്കെ കിടത്തും. ഇതൊക്കെ അല്ലാഹുവിന്റെ പ്രവാചകൻ സഹായികൾ പ്രത്യേകം ചെയ്ത സംഗതികളാണ്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാൻ ഈ കാര്യങ്ങൾ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട മറ്റൊരു സംഗതികൾ മരണപ്പെട്ടാൽ കണ്ണുകളാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഗുണ പ്രാർത്ഥിച്ചിട്ട് അടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആദ്യം മരണപ്പെട്ടാലും ചെയ്യേണ്ട മറ്റൊരു സംഗതികൾ, ഒരു ഒറ്റ വസ്ത്രം കൊണ്ട് മയ്യത്തിനെ മൂടണം. അത് റസൂൽ പഠിപ്പിച്ച സുന്നത്താണ്. നമ്മുടെ സുന്നത്ത് പ്രത്യേകം മനസ്സിലാക്കണം. കണ്ണികൾ അടക്കൽ സുന്നത്താണ്. മറ്റേത് റസൂൽ പഠിച്ച ഹദീസ് നിർദ്ദേശം അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് മയ്യത്തിന് വേണ്ടി. അടുത്ത സുന്നത്ത് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു വസ്ത്രം കൊണ്ട് മയ്യത്തിന്റെ ശരീരം മുഴുവൻ മൂടാൻ പറ്റുന്ന ഒരൊറ്റ വസ്ത്രം കൊണ്ട് ആ മയ്യത്ത് മൂടുക. മയ്യത്ത് തുറന്നരുത്, മയ്യത്തിങ്ങനെ തുറന്നരുത്. ആളുകൾ കാണാൻ വരുന്നത് കണ്ടിട്ട് എപ്പോൾ തുറന്നു കൊടുക്കാം, അവർ തുറന്ന് കണ്ടോട്ടെ. പക്ഷെ മയ്യത്ത് മൊത്തം മൂടുന്ന ഒരൊറ്റ വസ്ത്രം കൊണ്ട് മയ്യത്ത് മൂടിയിടണം. അത് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ട സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികൾ ഉമ്മമാത്തിലും പ്രവാചക ഭാര്യമാരൊക്കെ ഉദ്ധരിച്ചിരുന്ന അല്ലാഹുവിന്റെ റസൂലിനെ അവർ ഒരൊറ്റ വസ്ത്രം കൊണ്ട് റസൂലിനെ അവർ മൂടിയിരുന്നു. സ്വഹാബികൾ അങ്ങനെ ചെയ്തിരുന്നു. ഇതൊക്കെ അപ്പം ചെയ്യേണ്ട സംഗതിയാണ്. മരണപ്പെട്ടത് നീ എവിടെയുള്ളത്? ഒരാൾ റോഡിൽ മരണപ്പെട്ട് കിടക്കുകയാണ്, ആക്സിഡന്റ് ആയിട്ട് മരിച്ചു കിടക്കുകയാണ്. ഉടനെ ചെയ്യേണ്ട സംഗതി എന്താണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടാൻ വാഹനങ്ങളില്ല. അപ്പൊ വേഗം ഒരു മുൻകിട്ട് മൂടി വെക്കണം. അതിനോട് തുറന്ന് പൊട്ടിയിട്ട് കിടക്കാൻ പാടില്ല. നമ്മുടെ ശ്രദ്ധിക്കേണ്ട സംഗതി, വാഹനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു, ആക്സിഡന്റ് സംഭവിച്ചു, ഒരു പ്രയാസമുള്ള വരാമാണ്, ആകെ പൊട്ടിച്ചേരിയിട്ടുണ്ട്, ഒരു വസ്ത്രം കൊണ്ട് അത് മൂടണം. നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ്. റസൂൽ പഠിപ്പിച്ചതാണ്. അതൊരു സുന്നത്താണ്. അല്ലെ നമ്മൾ അവിടെ ഇങ്ങനെ നോക്കിയിട്ട് ആകെ വേജാറായിട്ട് വാഹനം വരുവാണെങ്കിൽ അതിനല്ല, വാഹനം വന്നിട്ട് തെളിയില്ല.
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച അങ്ങനെ വസ്ത്രം കൊണ്ട് അത് മൂടണം. കാരണം അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു വന്ന ഒരാളെ ഇഹ്റാമിൽ പ്രവേശിച്ച് മരണപ്പെട്ടാൽ ഹജ്ജിന്റെ സന്ദർഭത്തിലാവട്ടെ ഉംറയുടെ സന്ദർഭത്തിലാവട്ടെ അങ്ങനെ ഒരാൾ ഇഹ്റാമിൽ പ്രവേശിച്ച് മരണപ്പെട്ടാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ച ഒന്നാണ് അവന്റെ മുഖത്തോടെ അറിയുമ്പോൾ പാടില്ല. ഇഹ്റാമിലാകുമ്പോൾ അത് അവർക്കുള്ള പ്രത്യേകതയാണ്. ഹജ്ജിനും ഉംറയ്ക്കും ഒരുപാട് മഹത്വമുണ്ട്. അത് ചൂറൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ പേര് ചൂറാക്കിയത് അവരുടെ ഒരു വീട്ടിൽ തന്നെ ഉള്ളൂ. ചൂറൊന്നുമല്ല, ഹജ്ജുമാണ്. അത് ഇബാദത്താണ്, ഏറ്റവും വലിയ ഇബാദത്താണ്. അത് ചൂറായി മാറുന്നത് അതിൽ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നപ്പോൾ അവിടെ പോയിരുന്ന ഇബാദത്ത് മുഴുവൻ എടുത്തിട്ട് അയക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങോട്ട് പോകുന്നു, അതൊക്കെ എല്ലാം എല്ലാവരും കാണിച്ച് അവിടെ എന്തെങ്കിലും അതിന് ഭയങ്കര തെറ്റല്ല പറഞ്ഞത്. അത് അവിടെ അങ്ങനെ മനസ്സ് മാറാണ്. പിന്നെ എല്ലാ സംഘടനകളും എടുത്തിട്ട് എന്റെ നാട്ടിൽ ഉള്ളത് അവരൊക്കെ കാണാനല്ലേ പോകുന്നത്. ഓരോ കാണാനല്ലല്ലോ അവിടെ പോയി ഫോട്ടോകൾ വെക്കാൻ നല്ല പറഞ്ഞത്. പക്ഷെ ഇതിനല്ല പോയത്. അവിടെ പോയി ഹറമിന്റെ ഉള്ളിൽ നോക്കി നിൽക്കുമ്പോൾ ഇതാണ് ആളുകളെ എന്താണ് സ്വന്തമായിട്ട് പോവാ, അംഗീകാരെ കൂടെ പോവാ. അവിടെ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഉണ്ടാകും, മഠമല്ലാത്ത ആളുകളുണ്ടാകും. അവിടെ അന്യ പുരുഷന്മാർ സ്ത്രീകളൊക്കെ നിൽക്കും. ഇങ്ങോട്ട് സെൽഫി അത് വിട്ടുവെക്കുന്ന അത് അമിതമായിട്ട് വിട്ടുവില്ല. എങ്ങനെയാ ഈ സൗകര്യ പൂക്കരങ്ങൾ ആളുകൾ പെണ്ണുങ്ങൾ ഉണ്ടാകും. ഒരു ഗ്രൂപ്പിലാകുമ്പോൾ കുറെ ആൾക്കാരുണ്ടാവും. മഠത്തിന്റെ കൂടെ അല്ലാത്തവരൊക്കെ ഉണ്ടാവണം. ഇങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുന്നില്ല ഫോട്ടോ എടുത്ത്. എന്നാൽ ഈ ഫോട്ടോ അയച്ചു കൊടുക്കും. ഈ ആരൊക്കെ അന്യ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ആ ഫോട്ടോ ലോകത്തിന് ഇസ്ലാമിന്റെ ലോകത്തും മര്യാദയും അത്ര പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊക്കെയാണ്. എഹ്റാമിൽ പ്രവേശിച്ചാണെങ്കിൽ അങ്ങനെ തല മറക്കാനും മുഖം മറക്കാനും പാടില്ല. മാത്രമല്ല ഖിയാമത്ത് നാളിൽ ഈ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി സെൽഫി ശരീരത്താണ് ഖിയാമത്ത് നാൾ വിളിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഖിയാമത്ത് നാൾ വരുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് പറഞ്ഞ് സെൽഫി ശരീരത്താണ് ഖിയാമത്ത് നാൾ കറമിൽ വെച്ചിട്ട് ഇഹ്റാമിൽ വെച്ചിട്ടാണ് മരണപ്പെട്ടാൽ അവൻ ഖിയാമത്ത് നാൾ വരും. എന്തൊരു ഭാഗ്യമാണ്! അതൊരു തൗഫീഖാണ്. ഇഹ്റാമിലായിരിക്കേ വരില്ല, അതേ വസ്ത്രത്തിൽ അങ്ങനെ വരുന്ന ഖിയാമത്താണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങളും ശരിക്കും പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും ചെയ്യുമ്പോഴാണ് ഇതിനൊക്കെ സുന്നത്ത് ശരിക്കും ബോധ്യപ്പെടാൻ. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് മയ്യിത്ത്. ഒരു മയ്യിത്തിനെ ഒരാളുടെ നാട്ടിൽ മരണപ്പെട്ടാൽ വേറെ നാട്ടിലേക്ക് മണമാറാൻ കൊണ്ടുപോകും. ശരിക്കും റസൂലിന്റെ ഹദീസിൽ അത് പാടില്ലാന്ന് പറഞ്ഞതാണ്. എവിടെയാണ് ഒരാൾ മരണപ്പെട്ടത് അവിടെ വെച്ചിട്ട് മയ്യത്ത് മണമാടുക. അതാണ് സുന്നത്ത്. ഒരാൾ എവിടെ മരണപ്പെട്ടോ ആ മരണപ്പെട്ട നാട്ടിൽ വെച്ചിട്ട് ആ മയ്യത്ത് മണമാടുക എന്നുള്ളതാണ് പ്രവാചകന്റെ സുന്നത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട സ്വഹാബികളെ ബഹ്റൈനിലേക്ക് മണമാടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ സംഗതി ഒരു സഹാബി വിളിച്ചു പറഞ്ഞു കൊടുത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട ആളുകളെ അവർ എവിടെയാണ് വെച്ചാണോ മരണപ്പെട്ടത് അവിടെ വെച്ചിട്ട് മരണമാണെന്നാണ് റസൂൽ പഠിപ്പിച്ചത്. അത് ഈ മയ്യത്തിന് ഈ സമൂഹത്തിന് മനസ്സിലാവും. ആയിഷാബിന്റെ ഹദീസിൽ കാണാൻ കഴിയും. അവരുടെ സഹോദരൻ മരണപ്പെട്ട സന്ദർഭത്തിൽ മരണപ്പെട്ട സ്ഥലത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതിന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മരണപ്പെട്ട സ്ഥലത്ത് മണമാടിലേക്ക് സങ്കടം കൊടുക്കുന്ന അവസ്ഥ മണമാടിക്കോട്ടെ. അത് ഒരു സുന്നത്താണ്. എന്നാൽ വേറെ നാട്ടിൽ കൊണ്ടുവരാൻ അതിന്റെ നിയമങ്ങളുണ്ട്. എന്താണ് നിയമം? അത് മഹത്തിൽ നിശ്ചയിക്കുന്നുണ്ട്. അവിടെ മണമാടിയ പ്രയാസങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവിടെ മണമാടാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അത് മയ്യത്തിനെ ബാധിക്കും, അതല്ലെങ്കിൽ അവിടെ കബർസ്ഥാനെ ബാധിക്കും. അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ മയ്യത്തെ ഈ പ്രയാസങ്ങളൊക്കെ കൊണ്ടുവരാം. അതിന് രോഗമുണ്ട്. ചില മഹദികൾ പറഞ്ഞ് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബക്കാരൊക്കെയാണെങ്കിൽ അവർക്ക് ആ മയ്യത്തിനെ കാണുമ്പോൾ ആ മയ്യത്തിന് അടുക്കലെത്തുമ്പോൾ ഒരു ഭോഗം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ആളുകൾ വേണമെങ്കിൽ ആ മയ്യത്ത് എന്ത് ചെയ്യാം, അവർക്ക് നാട്ടിൽ കൊണ്ടുവരാം. എന്നാലും സുന്നത്ത് മരണപ്പെട്ട സ്ഥലത്ത് മറമാക്കണം. മറ്റേ തെറ്റോ ഹറാമല്ല, സുന്നത്ത് അതാണ്. കാരണം അവിടെ ഈ മയ്യത്തിന്റെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് മയ്യത്തിന്റെ കോലം മാറും, നിറം മാറും,
മയ്യത്തിന് കേട് വരും. അതേപോലെ തന്നെ സമയം ഒരുപാട് സംഗതികളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അതൊക്കെ പ്രത്യേകം പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചക സുന്നത്തുകൾ പ്രാവർത്തികമാക്കി നൽകുമാറാണ്. الحمد لله وعلى الرحمن العزيز الغفار مكبر إليك لأنها أمار الله أكبر. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും പാലിച്ചുകൊണ്ട് യഥാർത്ഥജ്ഞകളായി മുക്തകളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉപദേശിക്കുകയാണ്. സഹോദരമായ സഹോദരൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മരണനേരത്തിൽ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട സംഗതിയാണ് മരണപ്പെട്ട വ്യക്തിയുടെ അടുക്കൽ വെച്ചിട്ട് അല്ലെങ്കിൽ മരണമാസന്നമാകുന്ന വ്യക്തിയുടെ അടുക്കൽ വെച്ചിട്ട് സൂറത്ത് യാസീൻ ഓതുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടതല്ല. ഒരാൾ മരിക്കാൻ കിടക്കുക, അങ്ങനെ നമ്മൾ നാട്ടിൽ പലപ്പോഴും ചെയ്തു വരാറുണ്ട്. മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ വെച്ചിട്ട് യാസീനോ ഹദീസ് വാജിബായി ഹദീസാണ്. അങ്ങനെ ഒരു സമ്പ്രദായം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് യാസീന് മരിക്കാൻ കിടക്കുന്ന വ്യക്തിയുടെ വെച്ചിട്ട് ഓടുക എന്നുള്ളത് മാത്രവുമല്ല, അവിടെ വരുന്ന മറ്റൊരു സംശയമാണ്. ഈ മരിക്കാൻ കിടന്ന് രോഗിയായി കിടന്ന് മരിക്കാൻ കിടക്കുന്ന മനുഷ്യത്തിനെ തെവിടയിലേക്ക് തിരിച്ചു കിടക്കുക എന്നാണ്. അവർ ശരിക്കും കാര്യങ്ങൾ പഠിക്കണം. നാട്ടിൽ പല സമ്പ്രദായങ്ങളുണ്ടാകും, അറിവുള്ളവരും അറിവില്ലാത്തവരുണ്ടാകും. ഈ മരിക്കാൻ കിടക്കുന്ന ഒരാൾ രോഗിയെ കിടക്കണം. അപ്പൊ മരിക്കാൻ കിടക്കുന്ന മയ്യത്താണല്ലോ. ആ മയ്യത്തിന് എന്ത് ചെയ്യാം? മരിക്കുന്നതിന് മുമ്പ് നീ തെവിടയിലേക്ക് തിരിഞ്ഞ് മരണപ്പെട്ടോട്ടെ, അങ്ങനെ തെവിടയിലേക്ക് തിരിച്ചത് കിടക്കുക. അങ്ങനെ ഒരു സുന്നത്ത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. മരണപ്പെടുന്ന വ്യക്തിക്ക് ഏത് ഭാഗത്തും കിടന്നു മരിക്കാം. ഒരാൾ ഒരു അമലും ചെയ്താൽ സൽക്രമങ്ങൾ ചെയ്താൽ ഓനത് കിട്ടുന്നല്ലാതെ ഓനെ തെവിടേക്ക് തിരിച്ചിടുന്നോ സുഹൃത്ത് പോകുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കാൻ കഴിയാതാണ്. മരിക്കാൻ നേരത്തെ ഒരാൾ തെവിടേക്കും തിരിച്ചു വെച്ചുകൊണ്ട് സ്വർഗം കിട്ടുന്നുണ്ട്. അവനെ ആരും ചെയ്യുന്നെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. അപ്പൊ ഒരാൾ മരിക്കാൻ നേരം അവനെ തെവിടേക്ക് തിരിച്ചു കിടക്കുക. അങ്ങനെ ഒരു സുന്നത്ത് ഹദീസിൽ വന്നിട്ട് അങ്ങനെ നടത്താൻ പറ്റും. കുഴപ്പമില്ല. കടന്നൊരു രോഗം അത് പ്രധാനപ്പെട്ട സുന്നത്തോ വാജിബോ അല്ല. നമുക്ക് കടത്താം. ഇതിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെ ഇതിലേക്ക് കിടത്താൻ ഹദീസ് വന്നിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചക സഹായികൾ താരയും അവരൊക്കെ ഉദ്ദേശിക്കുന്ന ഹദീസിൽ അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. തന്റെ അഹ്കാമിനെ വിശദീകരിക്കാം. അതായത് തെബിലേക്ക് നേരെ മരണമാസന്നമായ വ്യക്തിയെ തെബിലയിലേക്ക് തിരിച്ച് കിടത്തുക എന്ന വിഷയത്തിൽ സ്വന്തമായിട്ടുള്ള അറിയിപ്പും വന്നിട്ടില്ല. മറിച്ച് സഹജത്തിൽ നമ്മളുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ ആ വിഷയത്തിൽ അവരെ എതിർത്തിരുന്നു. കാരണം അങ്ങനെ വസ്തുത പഠിപ്പിച്ചിട്ടുമില്ല. ഒരാൾക്ക് എങ്ങനെയും നടക്കണം, എങ്ങനെയും മറ്റൊരു ഹദീസിന്റെ ഹദീസ് പറയാം. ശരീരത്തിലുള്ള അദ്ദേഹത്തിന് രോഗമായിട്ടുള്ള നടത്തി അതൊക്കെ അഭൂഷണമാണ് അദ്ദേഹത്തിന്റെ ഇതിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ബോധം പോയപ്പോ മരിക്കാനായിരുന്നു. അദ്ദേഹത്തിന്റെ കട്ടിൽ തെവിടയിലേക്ക് തിരിച്ചു കിടക്കും. കട്ടിൽ തെവിടയിലേക്ക് തിരിച്ചു കിടക്കും. പെട്ടെന്ന് ബോധം വന്നു. അമ്മാക്ക ബോധം വന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, സത്യത്തിൽ കിടക്കി നിങ്ങളാണോ എന്റെ കട്ടിൽ മാറ്റിക്കിടത്തിയെന്ന് ചോദിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞു, ഞാൻ പറയും. അപ്പൊ ഇദ്ദേഹം അഭൂഷണത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തതാണ്, നിങ്ങളെന്നെ അനുവാദം കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അമ്മ പറഞ്ഞു, ഞാനങ്ങനെ തന്നെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാം, പഴയ പോലെ തന്നെ കട്ടി തിരിച്ചെടുക്കും, പഴയ പോലെ കട്ടി തിരിച്ചെടുക്കും. കാരണം അതിന് പ്രത്യേക സുന്നത്തൊന്നുമില്ലാണ്. അതിന് പ്രത്യേക സുന്നത്തൊന്നും വന്നിട്ടുള്ളത് മരണമാസനമാകുന്ന രോഗിയെ പ്രത്യേകിച്ച് തിരിച്ചെടുത്ത പ്രത്യേക സുന്നത്തൊന്നും അതെങ്ങനെയും കിടക്കാം. മരണപ്പെട്ട വ്യക്തിയെ എങ്ങനെയും തിരിച്ചു കിടക്കുക പലതായി അങ്ങനെ അഭിപ്രായമായിട്ടുണ്ട്. ആളുകൾ പറഞ്ഞു അത് ഇങ്ങനെയും കിടക്കാം, ഒരു വിരോധമല്ല. ഇനി അതല്ല, ഇവർക്ക് നേരെ കടന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ അഭിപ്രായങ്ങൾ അതൊക്കെ ഇങ്ങനെയും ചെയ്യാം. പക്ഷെ അതേ ഹദീസ് വന്നിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട രുചുവോ സുന്നത്തെ ഹദീസ് വന്നിട്ടില്ല. ഇവർക്ക് നേരെ കടത്താം. അതെല്ലാം ഒരു വീട്ടിൽ അങ്ങനെ സൗകര്യമില്ല, എങ്ങനെയാണ്. അതൊന്നും വിരോധമല്ല. അവരുടെ വേറെ അതിന് പ്രത്യേക നിയമങ്ങളുണ്ട്.
അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. മരണപ്പെടുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യം ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ആ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلما وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا رب العالمين.